ഹലോ ഗായ്സ്, അപ്പോൾ അക്വാഗാർഡിൻ്റെ ലേറ്റസ്റ്റ് മോഡലായ അക്വാഗാർഡ് ഡെസിഗ്നോ RO+UVയും അതേ പിന്നെ UVയും ഉള്ള ഒരു അണ്ടർസിങ് മോഡലിൻ്റെ ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ്റെ ഡീറ്റെയിൽസും ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതേപോലെ ഇത് പുതിയ വീടുകളിൽ മാത്രമാണോ വെക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ മോഡലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ യൂണിറ്റിലാണ് ഇത് ഫസ്റ്റ് തന്നെ വരുന്നത്. ഒറ്റ സിംഗിൾ യൂണിറ്റാണ്. സാധാരണ UTC മോഡൽസിൽ വരുമ്പോഴത്തേക്കും ഒരു സ്റ്റോറേജ് ടാങ്കും അതേപോലെ തന്നെ ഒരു മെഷീനും ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷേ ഇതിൽ ഒറ്റ യൂണിറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്ലേസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ അതിൻ്റെ ഡൈമെൻഷനും കാര്യങ്ങളും ഞാനിവിടെ വീഡിയോയിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഇത് RO+UV ആണ്. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് വാട്ടറൊക്കെ വരുന്നത് സൈഡിൽ നമ്മൾ ഇതേപോലെ സിങ്കിൻ്റെ ഔട്ട്ലെറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇന്ന് നമ്മൾ നേരെ മേളിലോട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പെട്ടെന്ന് നമുക്ക് ഈ സ്റ്റോറേജ് നിറയുകയും പെട്ടെന്ന് തന്നെ ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. അതേപോലെ നമുക്കിത് പ്ലേസ് ചെയ്യാനായിട്ടൊരു ക്യാബിൻ്റെയൊക്കെ ഈ ഒരു ഇത്രയും സ്ഥലം മതിയാകും. നോർമലി ഒരു പ്ലഗ് പോയിൻ്റ് അടിയിലുള്ള ഏത് കസ്റ്റമർക്കും ഇത് ഫിക്സ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ടൈമിൽ ഇതേപോലെ സ്ഥലം ഇല്ലെങ്കിലും കുഴപ്പമില്ല. പുതിയ വീടാണെങ്കിലോ പഴയ വീടാണെങ്കിലും കുഴപ്പമില്ല. ഇതേപോലെ ജസ്റ്റ് ഒരു സ്പേസ് കിട്ടിയാൽ മതി ടാപ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കസ്റ്റമർ ആൾറെഡി മേളിലും താഴെയും വാട്ടർ പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോർമലി താഴെ വാട്ടർ പോയിൻ്റ് ഉള്ളവർക്ക് ആയിരിക്കും ഇത് കുറച്ചുകൂടി എളുപ്പം വരുന്നത്. മേലിൽ നിന്ന് കൺവേർട്ട് ചെയ്യുമ്പോൾ അത്രയും ബോറായിരിക്കും. കാരണം നമ്മൾ ക്യാബിൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടാപ്പ് മാത്രമേ കാണുള്ളൂ. പിന്നെ ഈ ഒരു മെഷീൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് വരണമെങ്കിൽ പവർ കണക്ഷൻ എപ്പോഴും ഓണായാൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. അങ്ങനെ ഒരു മെയിൻ പ്രോബ്ലം ഇതിനുണ്ട്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഫുൾ ടൈം മെഷീൻ ഓണായെങ്കിൽ മാത്രമേ ഇതിൽ വെള്ളം നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയിട്ടിട്ടില്ല. സ്വിച്ച് ഓൺ ആക്കിയിട്ടാത്തപ്പോൾ ഔട്ട്പുട്ട് വരില്ല. നമ്മൾ ഇനി മെയിൻ പ്ലഗ് ഓൺ ആക്കിയാൽ മാത്രമേ വരുള്ളൂ. അത് ഓഫ് ചെയ്താൽ അപ്പം തന്നെ ഓഫാക്കുകയും ചെയ്യും. ജസ്റ്റ് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു 30 സെക്കൻഡ്സ് ഡിലേ വരും.